ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു PSC എക്സാം എക്സ്പ്രസ്. അതെ, കേറ്ററ്റിന്റെ റിസൾട്ട് വന്നു. ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് കേറ്ററ്റ് കിട്ടി എന്ന സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങളോടൊപ്പം തന്നെ PSC എക്സാം എക്സ്പ്രസ് ഉണ്ടായിരിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക, ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കേറ്ററ്റ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. LP-UPയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ മുന്നിലത്തെ റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ പഠനം തുടങ്ങുക. ആർക്ക് വേണ്ടിയും കാത്തിരിക്കാതെ ഇപ്പോഴേ പഠനം തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട LP-UP പരീക്ഷകൾക്കായാലും കേറ്ററ്റ് പരീക്ഷകൾക്കായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് LP-UPക്കും PSC പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു മേഖല കൂടെയാണ്. അതായത് ഘടനാവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ മാനവികതാവാദത്തിന്റെ വക്താക്കൾ ആരൊക്കെയാണ്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം ഒരുപാട് പേരുകൾ നമ്മൾ പഠിക്കണം, ഒരുപാട് ആശയങ്ങൾ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ക്ലാസ് കഴിയുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷനും ഉണ്ടാകാതെ ഏതൊക്കെ മനഃശാസ്ത്രജ്ഞർ ഏതൊക്കെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇത് എൻ്റെ വാക്കാണ്, എൻ്റെ ഉറപ്പാണ്. നമ്മളിവിടെ ചെറിയ ചെറിയ കോഡിലൂടെ, കണക്ഷൻസിലൂടെ, ഇമാജിനേഷനിലൂടെയൊക്കെയാണ് ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞരെയും ആശയങ്ങളും ഒക്കെ പഠിച്ച് തറവാക്കാൻ പോകുന്നത്. ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കുകയേ വേണ്ട. ഈ പറയുന്ന കോഡുകളോ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളോ കാണാതെ പഠിക്കുകയേ വേണ്ട. ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് കേട്ടാൽ മാത്രം മതി. പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിനേറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഘടനാവാദമാണ്. ആദ്യത്തേത് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. ഈ പേരോർക്കുക, സ്ട്രക്ചറലിസം എന്ന് പറയുന്ന പേരോർക്കുക. 1879 എന്ന വർഷം, 1879 ഘടനാവാദം ഉണ്ടാകുന്നത്. എവിടെയാണ്? ജർമ്മനിയിലാണ് ഘടനാവാദം രൂപം കൊള്ളുന്നത്. ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ട് പേരുകൾ മാത്രമേ ഉള്ളൂ: വില്യം വൂണ്ട്, ടിഷ്നർ. എഡ്വേർഡ് ബി ടിഷ്നർ, വില്യം വൂണ്ട് എന്നീ രണ്ട് പേരുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഘടനാവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് വില്യം വൂണ്ട്, ടിഷ്നർ എന്ന് പറയുന്ന രണ്ട് പേര്. ഓക്കെ, ഇതിനെ നമ്മൾ ചെറിയ ഒരു കണക്ഷനിലൂടെ, ചെറിയൊരു ഇമാജിനേഷനിലൂടെ പഠിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു ടീച്ചർ, ഒരു സ്കൂൾ ടീച്ചർ കയ്യിലൊക്കെ ഊണ്ട് പറ്റി അല്ലെങ്കിൽ മുറിവ് പറ്റിയിട്ട് ടീച്ചറെ സ്ട്രക്ചറിൽ ആംബുലൻസിലോട്ട്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്ട്രക്ചറിൽ കൊണ്ടുപോവുകയാണ്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്രയും ഒന്ന് ഓർത്താൽ മതി. സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു ടീച്ചറിനെ. ഓക്കെ, കോഡ് ഇതാണ്: വൂണ്ട് പറ്റിയ ടീച്ചറെ സ്ട്രക്ചറിൽ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? സ്ട്രക്ചറിൽ കൊണ്ടുപോയി. ഊണ്ടിനെ നമുക്ക് വില്യം വൂണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. വില്യം വൂണ്ട്. ഓക്കെ, വൂണ്ട് പറ്റിയ ടീച്ചറെ ടിഷ്നർ, എഡ്വേർഡ് ബി ടിഷ്നറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ടീച്ചറെ എന്നുള്ളത് ടിഷ്നറുമായിട്ട് കണക്ട് ചെയ്യാം. ടീച്ചർ എങ്ങനെ കൊണ്ടുപോയി? സ്ട്രക്ചറിലാണ് കൊണ്ടുപോയത്. സ്ട്രക്ചറലിസം, ഘടനാവാദം, സ്ട്രക്ചറലിസം. അപ്പൊ വൂണ്ട് വില്യം വൂണ്ട്, ടീച്ചറെ ടിഷ്നർ, സ്ട്രക്ചറിൽ കൊണ്ടുപോയി സ്ട്രക്ചറലിസം. ഓക്കെ, ഇത്രയും ഒന്ന് ഓർത്താൽ മാത്രം മതി, നമുക്ക് ഘടനാവാദം പഠിക്കാൻ സാധിക്കും. ഘടനാവാദത്തിൽ പഠിക്കേണ്ടത് രണ്ടുപേരാണ്. ആരൊക്കെയാണ്? വില്യം വൂണ്ട്, ടിഷ്നർ. വൂണ്ട് പറ്റിയ ടീച്ചറെ സ്ട്രക്ചറിൽ കൊണ്ടുപോയി എന്ന കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ മാത്രം മതി. കാണാതെ പഠിക്കുകയേ വേണ്ട. കണക്ഷൻസിലൂടെ നമുക്ക് കിട്ടും. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലോട്ട് വരണം, എങ്കിൽ നമുക്ക് ഇതെല്ലാം കിട്ടും. അല്ലെ? ശരിയല്ലേ? ഓക്കെ, 1879 ഘടനാവാദം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് ഘടനാവാദം. ഘടനാവാദത്തിന്റെ പ്രധാന വക്താവാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത്. വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം വൂണ്ട്. ജർമ്മനിയിലാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം രൂപം കൊണ്ടത്. ഇത്രയും ഓർത്താൽ മാത്രം മതി. വിശദമായിട്ട് നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അടുത്തത് മനോവിശ്ലേഷണമാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം. പ്രധാനപ്പെട്ട വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ കാൾ യുങ് എന്ന പേരും പഠിച്ചിരിക്കുക. 1896 മനോവിശ്ലേഷണ സിദ്ധാന്തം രൂപം കൊണ്ടത്. എവിടെയാണ്? ഓസ്ട്രിയയിലാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം രൂപം കൊള്ളുന്നത്. പ്രധാന വക്താവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോ പേരുകൾ ഓർക്കൂ:
സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നതാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം. സൈക്കോ അനാലിസിസ്. ഓക്കെ, സൈക്കോ അനാലിസിസ് ആ പേര് ഓർക്കുക. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഈ ഫ്രോയിഡ് എന്ന് പറയുന്ന പേര് ഓർക്കുക. കാൾ യുങ്ങിന്റെ കാൾ എന്ന് പറയുന്ന പേര് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇത്രയും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത്രയും ഓർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഒരു കാറുണ്ട്. ആ കാറിൽ ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരാള്, ഓക്കെ, ഫ്രോഡ് ആയിട്ടുള്ള ഒരാള് കാർ ഓടിച്ചു വരികയാണ്. അയാൾ ഒരു സൈക്കോ കൂടെയാണ്. ഇത്രയും ഓർത്താൽ മതി. കാർ ഓടിക്കുന്ന ആള് ഫ്രോഡാണ്, അയാളൊരു സൈക്കോ കൂടെ. ഫ്രോഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൈക്കോ എന്നുമായിട്ട് കണക്ട് ചെയ്യാം. കാറിൽ വരുന്ന ഫ്രോഡ് ഒരു സൈക്കോ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഈ ചിത്രം കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് ചെയ്യാം. ഓക്കെ, ഇത്രയും ഓർത്താൽ ഈ രണ്ട് പേരും സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന പേരുമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് കാറിൽ വരുന്ന ഫ്രോഡ്. കാൾ യുങ്. കാറിൽ വരുന്നത് കാൾ യുങ്. ഓക്കെ, കാറിൽ വരുന്ന ഫ്രോഡ് സിഗ്മണ്ട് ഫ്രോയിഡ്. കാറിൽ വരുന്ന ഫ്രോഡ് സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് കണക്ട് ചെയ്യാം. കാറിൽ വരുന്ന ഫ്രോഡ് ആരാണ്? സൈക്കോ ആണ്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? കാറിൽ വരുന്നത് കാൾ യുങ്, കാറിൽ വരുന്ന ഫ്രോഡ് സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോ അനാലിസിസ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം നമുക്ക് കിട്ടും. പറഞ്ഞു, 1896 മനോവിശ്ലേഷണ സിദ്ധാന്തം ആസ്ട്രിയയിലാണ് രൂപം കൊള്ളുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനഃശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ് എന്ന് പറയുന്ന രണ്ടുപേരാണ്. കോഡ് ഓർക്കുക. കാറിൽ വരുന്ന ഫ്രോഡ് ആരാണ്? സൈക്കോ ആണ്. കാറിൽ വരുന്ന ഫ്രോഡ് സൈക്കോ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്താൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് പ്രകാര്യവാദം, ഫങ്ഷണലിസം എന്ന് പറയും. പ്രകാര്യവാദം എന്ന് പറയുന്ന പേര് കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഫങ്ഷണലിസം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷണലിസത്തിൽ പഠിക്കേണ്ടത് 3 പേരെയാണ്. ഒന്ന് വില്യം ജെയിംസ്, 2 വുഡ്വർത്ത്, അതുപോലെ തന്നെ ജോൺ ഡ്യൂയി എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, 3 പേരാണ് പഠിക്കേണ്ടത്. വില്യം ജെയിംസ്, വുഡ്വർത്ത്, ജോൺ ഡ്യൂയി. ഓക്കെ, ഇത് പഠിക്കാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ്. നസ്രീനൊക്കെ അഭിനയിച്ച സിനിമയാണ് മോളിവുഡ് ടൈംസ്. അപ്പോൾ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത് ഒരു ഫൺ സിനിമയാണെന്ന് ഇമാജിൻ ചെയ്യുക. ആണല്ലോ, ഫൺ സിനിമയാണ് മോളിവുഡ് ടൈംസ്. അത് കാണാനായിട്ട് ജെയിംസ് എന്ന് പറയുന്ന ഒരാള് ഡ്യൂക്കിൽ വരികയാണ് എന്നൊന്ന് ഇമാജിൻ ചെയ്താൽ മാത്രം മതി നമുക്ക് ഇതെല്ലാം പഠിക്കാം. ഡ്യൂക്ക് ബൈക്കില് ജെയിംസ് എന്ന് പറയുന്ന ഒരാള് മോളിവുഡ് ടൈംസ് സിനിമ കാണാനായിട്ട്, മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഫൺ സിനിമ കാണാനായിട്ട് വരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തല്ലോ. എങ്കിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാം. നോക്കാം. മോളിവുഡ് അതിലുള്ള വുഡ് ഉണ്ടല്ലേ, മോളിവുഡ്, അതിനെ നമുക്ക് വുഡ്വർത്തുമായിട്ട് കണക്ട് ചെയ്യാം. മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാൻ, ഫങ്ഷണലിസം. ഫൺ ഉണ്ടല്ലേ, ഫങ്ഷണലിസത്തിൽ ഫൺ ഉണ്ട്. അപ്പൊ ഫൺ മൂവി കാണാനായിട്ട്, മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാനായിട്ട് ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ ആരാണ് വന്നത്? ജെയിംസ് എന്ന് പറയുന്ന ഒരാള് ദാ ഇവിടെ ഉണ്ട്. വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരാള് ഡ്യൂക്കിൽ വന്നു. ഡ്യൂക്ക് ബൈക്കിലാണ് വന്നത്. ജോൺ ഡ്യൂയിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാനായിട്ട് ജെയിംസ് എന്ന് പറഞ്ഞ വ്യക്തി ഡ്യൂക്കിൽ വന്നു എന്ന് പറഞ്ഞാൽ ഫങ്ഷണലിസം, വില്യം ജെയിംസ്, വുഡ്വർത്ത്, ജോൺ ഡ്യൂയി എന്ന 4 പേരുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നുകൂടെ, മോളിവുഡിലെ വുഡ് എന്താണ്? വുഡ്വർത്ത്. അപ്പൊ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഫൺ മൂവി, ഫങ്ഷണലിസം മൂവി കാണാനായിട്ട് ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ, വില്യം ജെയിംസ്, ഡ്യൂക്കിൽ വന്നു ജോൺ ഡ്യൂയി. സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാനായിട്ട് ജെയിംസ് എന്ന് പറയുന്ന വ്യക്തി ഡ്യൂക്കിൽ വന്നു എന്ന് പഠിച്ചാൽ പ്രകാര്യവാദം, ഫങ്ഷണലിസം എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. പ്രകാര്യവാദം 1900 രൂപം കൊണ്ടതാണ്. പ്രകാര്യവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് അമേരിക്കയിൽ രൂപം കൊണ്ടതാണ്. 1900 അമേരിക്കയിൽ രൂപം കൊണ്ടതാണ് പ്രകാര്യവാദം. പ്രധാനപ്പെട്ട വക്താക്കൾ വില്യം ജെയിംസ്, വുഡ്വർത്ത്, ജോൺ ഡ്യൂയി. കോഡ് ഇതാണ്. മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാനായി ജെയിംസ് ഡ്യൂക്കിൽ വന്നു. ഈ ചിത്രം കൂടെ ഒന്ന് ഓർക്കുക. സിമ്പിൾ ആയിട്ട് പഠിച്ചു. അടുത്തത് ഗസ്റ്റാൾട്ട് വാദമാണ്. അപ്പോൾ ഗസ്റ്റാൾട്ട് വാദത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 3 പേരെയാണ്. 1 മാക്സ് വെർത്തീമർ, 2 കോഹ്ലർ, 3 ക്രുട്ട് കോഫ്ക എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ 3 പേരെ നമ്മൾ പഠിക്കണം. കോഹ്ലർ, വെർത്തീമർ എന്ന് പറയുന്ന 3 പേരെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഗസ്റ്റാൾട്ട് വാദം. ഓക്കെ, ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓർക്കുക.
കോക്കോ വെർഗസ്റ്റ്, കോക്കോ വെർഗസ്റ്റ് എന്ന് ഓർക്കുക. കോക്കോ വെർഗസ്റ്റ്, കോക്കോ വെർഗസ്റ്റ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഗസ്റ്റാർട്ട് ഭാഗത്തിലുള്ള ആരൊക്കെയാണെന്ന് കിട്ടും. ഓക്കെ, ഇതിൽ കോ, ആദ്യത്തെ കോ കോഫ്ക, രണ്ടാമത്തെ കോ കൊഹ്ലർ, വെർ വെർത്തീമർ. ഗസ്റ്റാൾട്ട് വാദം കിട്ടിയില്ലേ? 3 പേരെ കിട്ടിയില്ലേ? കോഫ്ക, കൊഹ്ലർ, വെർത്തീമർ. കോഫ്ക, കൊഹ്ലർ, വെർത്തീമർ. ഗസ്റ്റാൾട്ട് വാദം. കോക്കോ വെർഗസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. കോക്കോ വെർഗസ്റ്റ്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ ആണ്. മാക്സ് വെർത്തീമർ ആണ് ഗസ്റ്റാൾട്ട് വാദത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ജർമ്മനിയിലാണ് 1912 ജർമ്മനിയിൽ ഉദയം കൊണ്ടതാണ് എന്ത് ഗസ്റ്റാൾട്ട് വാദം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? മാക്സ് വെർത്തീമർ. ആ പ്രധാനപ്പെട്ട വ്യക്തിയെ മാത്രം നമുക്ക് വെറുപ്പിക്കുന്ന ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡിലൂടെ പഠിക്കാം. ചില ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നില്ലേ? വെറുപ്പിക്കുന്ന കുറെ ഗസ്റ്റുകൾ വീട്ടിൽ വരും. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. വെറുപ്പിക്കുന്ന ഗസ്റ്റ്, വെറുപ്പിക്കുന്ന ഗസ്റ്റ്, വെർത്തീമർ, വെറുപ്പിക്കുന്ന വെർത്തീമർ. ഗസ്റ്റാൾട്ട് വാദം. ഓക്കെ, ഗസ്റ്റാൾട്ട് വാദം സിമ്പിൾ അല്ലേ? കോക്കോ വെർഗസ്റ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗസ്റ്റാൾട്ട് വാദം നമുക്ക് കിട്ടും. കോഫ്ക, കൊഹ്ലർ, വെർത്തീമർ. കോഫ്ക, കൊഹ്ലർ, വെർത്തീമർ. ഗസ്റ്റാൾട്ട് വാദം. വർഷം 1912 എവിടെയാണ് രൂപം കൊണ്ടത്? ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. പ്രധാന വ്യക്തി, പ്രധാന വക്താവ് എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ ആണ്. അതുകൂടെ ഓർക്കുക. കോഡാണ് കോക്കോ വെർഗസ്റ്റ്. വെർത്തിമറെ പഠിക്കാൻ വെറുക്കുന്ന ഗസ്റ്റ്, വെറുപ്പിക്കുന്ന ഗസ്റ്റ്. അത്രയും ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വ്യവഹാരവാദമാണ്. ബിഹേവിയറിസം. 4 പേരെ നമ്മൾ പഠിക്കണം. ബിഹേവിയറിസത്തിൽ പഠിക്കേണ്ടത് 4 പേരാണ്. 4 പേർ. അത് ഒന്ന് ജോൺ ബി വാട്സൺ ആണ്, 2 പാവ്ലോവാണ്, സ്കിന്നർ ആണ്, തൊണ്ടൈക്കാണ്. ഇവരുടെ ഒരുപാട് ആശയങ്ങൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ പേരുകളും ബിഹേവിയറിസവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ മകൻ സൺ അല്ലെ, നിങ്ങളുടെ സൺ ഒരു പാവയുണ്ട്, മോന് ഒരു പാവയുണ്ട്. ഓക്കെ, പാവയുടെ തൊണ്ട, അവൻ ഭയങ്കര കുസൃതിയായിട്ടുള്ള ഒരാളാണ്. പാവയുടെ തൊണ്ടയിലെ സ്കിന്ന് അവൻ കീറിക്കളഞ്ഞു. പാവയുടെ തൊണ്ടയിലുള്ള സ്കിന്നിനെ അവൻ കീറിക്കളഞ്ഞു. ഇത്രയും ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഈ കുട്ടി ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മാത്രം മതി. നമുക്ക് ബിഹേവിയറിസം 4 പേരും പഠിക്കാം. ഓക്കെ, കോഡ് ഇങ്ങനെയാണ്. സണ്ണിന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിന്ന് കീറി. ഓക്കെ, സണ്ണ് അവന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിന്നിനെ കീറിക്കളഞ്ഞു. ഇത്രയും ഓർത്താൽ മതി. അതിൽ സണ്ണാരാണ്? വാട്സണുമായിട്ട് നമുക്ക് സണ്ണിനെ കണക്ട് ചെയ്യാം. വാട്സൺ. 2 പാവയുടേതാണ്. പാവ്ലോവുമായിട്ട് കണക്ട് ചെയ്യാം. പാവ്ലോവ്. സണ്ണിന്റെ പാവ്ലോവ്. സണ്ണ് വാട്സൺ. പാവ്ലോവ്. തൊണ്ടയ്ക്കുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ? തൊണ്ടയ്ക്കുമായിട്ട് കണക്ട് ചെയ്യാം. 4 സ്കിന്നിൽ കീറി. സ്കിന്നാണ് കീറിയത്. സ്കിൻ കീറി, സ്കിന്നർ. സണ്ണിന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിൻ കീറി. സണ്ണിൽ ആരാണ്? വാട്സൺ ആണ്. പാവ്ലോവ്. തൊണ്ടയ്ക്ക് സ്കിൻ കീറി, സ്കിന്നർ. 4 പേരെയും കൃത്യമായി കിട്ടി. അതാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ സൺ. ഒരു കുട്ടി സണ്ണാണ്. സണ്ണിന്റെ അവന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിന്ന് കീറി. സിമ്പിൾ ആയിട്ട് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറിസം കിട്ടും. ഇനി ബിഹേവിയറിസവുമായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഇതൊരു ബാഡ് ബിഹേവിയർ ആണ്. പാവ കിട്ടുമ്പോഴത്തേക്കും അതിന്റെ തൊണ്ടയിലെ സ്കിന്നിനെ കീറിക്കളയുക എന്ന് പറയുന്നത് ഒരു ബാഡ് ബിഹേവിയർ ആണ് എന്ന് ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ എന്ത് കിട്ടും? ബിഹേവിയറിസം എന്ന് കിട്ടും. അപ്പോ ബിഹേവിയറിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്? JB വാട്സൺ, അതുപോലെ തന്നെ പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടയ്ക്ക് എന്ന് പറയുന്ന 4 പേരാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത്. കോഡ് ഇതാണ്. സണ്ണിന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിന്ന് കീറി. അതൊരു ബാഡ് ബിഹേവിയർ ആണ്. അതിൽ സണ്ണ് ആരാണ് പറഞ്ഞു? വാട്സൺ ആണ്. പാവ്ലോവാണ്. തൊണ്ടയ്ക്കാണ്. സ്കിന്നറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും നമുക്ക് പഠിക്കാൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൈജ്ഞാനികവാദം. കൊഗ്നിറ്റിവിസം ആണ്. വൈജ്ഞാനികവാദം അല്ലെങ്കിൽ കൊഗ്നിറ്റിവിസത്തിൽ പഠിക്കേണ്ടത് 3 പേരെയാണ്. ജീൻ പിയാഷെ, ബ്രൂണർ, അസുബൽ എന്ന് പറയുന്ന 3 പേരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ജസ്റ്റ് ഇമാജിൻ ഒരു നിങ്ങളുടെ അസുഖമുള്ള ബ്രോയാണ്. ആ ബ്രോയ്ക്ക് എന്ത് അസുഖമുണ്ട്? ചെറിയ പനിയൊക്കെ ഉണ്ട്. അസുഖമുള്ള ഒരു ബ്രോ ജീൻസ് ഇട്ടുകൊണ്ട് TV കാണുന്നതായിട്ടൊന്ന് ഇമേജിൻ ചെയ്യുക. അസുഖമുള്ള ബ്രോ ജീൻസ് ഇട്ടുകൊണ്ട് TV കണ്ടു. എന്ത് കണ്ടു? TV കണ്ടു എന്ന് ഓർക്കുക. അതിൽ അസുഖമുള്ളയിൽ നിന്ന് നമ്മൾ എടുക്കുന്നു അസുബൽ. ഓക്കെ, അസുഖമുള്ള അസുബൽ. അതിൽ ബ്രോ നമ്മൾ എടുക്കുന്നു ബ്രൂണർ എന്നെടുക്കുന്നു. ബ്രൂണറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു.
ബ്രോ എന്നിട്ടാണ് ജീൻസ് ഇട്ടിട്ടാണ്, ജീൻസ് ഇട്ടിട്ട്, ജീൻസ് ജീൻസ് ജീൻ പിയാഷെ, ജീൻ പിയാഷെ. ജീൻസ് ഇട്ടുകൊണ്ട് എന്ത് കണ്ടു? ടി വി കണ്ടു. ടി വി, കൊഗ്നിറ്റീവിസം, കൊഗ്നിറ്റീവിസം, ടി വി. ഇതിൽ ടിയും ബിയും ഉണ്ട്. അപ്പോ കൊഗ്നിറ്റീവിസം, ടി വി, കൊഗ്നിറ്റീവിസം, ടി വി. അപ്പോൾ വൈജ്ഞാനികവാദത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 3 പേരെയാണ്: ജീൻ പിയാഷെ, ബ്രൂണർ, അസുബൽ. അതിലെ കോഡ് ഇതാണ്: അസുഖമുള്ള ബ്രോ ജീൻസ് ഇട്ട് ടി വി കണ്ടു. അസുഖമുള്ള ബ്രോ ജീൻസ് ഇട്ട് ടി വി കണ്ടു. അതിൽ അസുബൽ, അസുബൽ, അസുഖത്തിന്റെ അസുബൽ. ബ്രോ ബ്രൂണർ ജീൻസ് ഇട്ടുകൊണ്ടാണ് കണ്ടത്. ജീൻ പിയാഷെയാണ് ഇട്ടുകൊണ്ട് ടി വി ആണ് കണ്ടത്. ടി വി, കൊഗ്നിറ്റീവിസം എന്ന് കണക്ട് ചെയ്യാം. ഇവിടെ ഇദ്ദേഹത്തിന്റെ പേര് ഒസുബൽ എന്നാണ് പറയുന്നത്. ജസ്റ്റ് നമുക്ക് അതിനെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി അസുബൽ എന്ന് വായിക്കാം. അസുഖമുള്ള എന്നുള്ളത് കണക്ട് ചെയ്യാനായിട്ട് അസുബൽ എന്ന് വായിക്കാം. അപ്പോൾ വൈജ്ഞാനികവാദം എന്ന് പറയുന്നത് 1930 രൂപം കൊണ്ടതാണ് വൈജ്ഞാനികവാദം. ആരൊക്കെയാണുള്ളത്? ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഒസുബൽ തുടങ്ങിയവരാണ് വൈജ്ഞാനികവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, വർഷം 1930 ആണ് എന്നോർക്കുക. എന്താണ് ഈ വൈജ്ഞാനികവാദം എന്ന് പറയുന്നത്? വൈജ്ഞാനികവാദ പ്രകാരം പഠനം നടക്കുന്നത് ചോദകങ്ങൾക്കുള്ള പ്രതികരണമായിട്ടല്ല. പഠനം നടക്കുന്നത് പഠിതാക്കളുടെ മനസ്സിലാണ് എന്ന് പറയുന്ന ആശയമാണ് വൈജ്ഞാനികവാദം. കോഡ് ഇതാണ്: അസുഖമുള്ള ബ്രോ ജീൻസ് ഇട്ട് ടി വി കണ്ടു. അസുബലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒസുബൽ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബ്രൂണറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ജീൻസ് ജീൻ പിയാഷയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ടി വി, കൊഗ്നിറ്റീവിസം എന്നുമായിട്ട് കണക്ട് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. 2 പേരെ വെച്ച് 2 വാക്ക് വെച്ച് പഠിക്കാം. എന്താ? വൈകി വന്ന ബന്ധു. രണ്ടുപേരാണ് പഠിക്കേണ്ടത്. വൈഗോട്സ്കി, ബന്ധൂര എന്ന് പറയുന്ന 2 പേരെയാണ് പഠിക്കേണ്ടത്. ലെവ് വൈഗോട്സ്കി ആണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, വൈകി വന്ന ബന്ധു എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് പഠിക്കാം. ഒരു ബന്ധു വൈകിയാണ് വീട്ടിൽ വന്നതെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. വൈകി വന്ന ബന്ധു. ബന്ധുക്കൾ എവിടെയുള്ളതാണ്? സൊസൈറ്റിയിലുള്ളതാണ് ബന്ധുക്കൾ എന്നും കൂടെ ഓർത്തു കഴിഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് കിട്ടും. വൈകി വന്നതിൽ നിന്ന് വൈ എടുക്കാം. വൈ എടുത്താൽ വൈഗോട്സ്കി. വൈകി വന്ന ബന്ധുവിലെ വൈഗോട്സ്കി. ബന്ധൂര എന്ന് കിട്ടും. ബന്ധൂര. വൈകി വന്ന വൈഗോട്സ്കി. ബന്ധൂര. ബന്ധുക്കൾ സൊസൈറ്റിയിലുള്ളതാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സമൂഹത്തിലുള്ളതാണ്. സമൂഹ ജ്ഞാന നിർമ്മിതിവാദം. ബന്ധുക്കളൊക്കെ സമൂഹത്തിലുള്ളതാണ്, സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് നമുക്ക് പറയാം. അപ്പോ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് 1930 രൂപം കൊണ്ടതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത്. പ്രധാന വക്താവാരാണ്? വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കിയുടെ നമ്മൾ പഠിക്കാറുണ്ട്. കൈത്താങ്, സ്കഫോൾഡിംഗ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ തന്നെ ബന്ധൂര, നിരീക്ഷണ പഠനമൊക്കെ ബന്ധൂരയുടേതാണ്. നിരീക്ഷണ പഠനമൊക്കെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ വരുന്നതാണ്. കോഡ് ഇതാണ്: വൈകി വന്ന ബന്ധു. വൈഗോട്സ്കി. ബന്ധൂര. വർഷം കൂടെ ഓർക്കുക, 1930. കൊഗ്നിറ്റീവിസവും 1930 കാലഘട്ടത്തിൽ രൂപം കൊണ്ടത് തന്നെയാണ് കൊഗ്നിറ്റീവിസം. അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും 1930 രൂപം കൊണ്ട ആശയമാണ്. മറ്റൊന്ന് മാനവികതാവാദം. അവസാനമായിട്ട് മാനവികതാവാദം 1950 രൂപം കൊണ്ടതാണ് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഹ്യൂമാനിസം എന്താ? അതിൽ 3 പേരെയാണ് നമ്മൾ പഠിക്കേണ്ടത്: എബ്രഹാം മാസ്ലോ, ആൽപോർട്ട്, റോബർട്ട് ഗ്ലേസർ. എബ്രഹാം മാസ്ലോ, ആൽപോർട്ട് 3 പേരെ പഠിക്കാം. ജസ്റ്റ് ഈ ചിത്രം മാത്രം ഒന്ന് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ 3 പേരെയും പഠിക്കാം, ഹ്യൂമാനിസവും പഠിക്കാം. എന്താണ് നോക്കാം. ഒരാൾ ഗ്ലാസ് വെച്ച്, ഒരു ഹ്യൂമൻ ഗ്ലാസ് വെച്ച് സ്ലോ മോഷനിൽ എയർപോർട്ടിൽ നിന്നും വരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ഹ്യൂമൻ ഗ്ലാസ് വെച്ച്, കണ്ണിൽ ഗ്ലാസ് വെച്ചിട്ട് സ്ലോ മോഷനിൽ എയർപോർട്ടിൽ നിന്നും ഇറങ്ങി വരുന്നു. ഇത്രയും ഓർത്താൽ മതി. സ്ലോ മോഷനിലാണ് വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ഒരു ഹ്യൂമൻ ആണ് വരുന്നത്, കണ്ണിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, സ്ലോ മോഷനിൽ വരുന്നത് എവിടെ നിന്നാണ്? എയർപോർട്ടിൽ നിന്നാണ് എന്ന് ഓർക്കുക. സിമ്പിൾ ആയിട്ട് ഓർത്താൽ നമുക്ക് മുഴുവനും പഠിക്കാം. ഇതിൽ ഗ്ലാസിനെ നമ്മൾ ഗ്ലേസറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഗ്ലേസർ. ഓക്കെ, ഹ്യൂമൻ എന്താണ്? ഹ്യൂമനിസം. ഗ്ലാസ് വെച്ച ഹ്യൂമനിസം. സ്ലോ മോഷനിലാണ് അദ്ദേഹം വരുന്നത്. മാസ്ലോ.
സ്ലോ മാസ്ലോയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മോഷനിൽ എവിടെ നിന്നാണ് സ്ലോ മോഷനിൽ? എയർപോർട്ടിൽ നിന്നുമാണ് വരുന്നത്. ആൽപോർട്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എയർപോർട്ടിൽ നിന്നും വരുന്നു, ആൽപോർട്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയില്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഗ്ലാസ് വെച്ച ഹ്യൂമൻ സ്ലോ മോഷനിൽ എയർപോർട്ടിൽ വരുന്നു. ഗ്ലാസ് ഗ്ലേസറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഹ്യൂമനിസവുമായിട്ട് കണക്ട് ചെയ്യുന്നു. സ്ലോ മോഷനിലാണ് വരുന്നത്, മാസ്ലോയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്, ആൽപോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, മാനവികതാവാദത്തിന്റെ പ്രധാന വക്താക്കൾ 3 പേരാണ്: എബ്രഹാം മാസ്ലോ, ആൽപോർട്ട്, റോബർട്ട് ഗ്ലേസർ. ഓക്കെ, 1950 രൂപം കൊണ്ട പുതിയ മനഃശാസ്ത്ര ചിന്താധാരയാണ് ഈ പറയുന്ന മാനവികതാവാദം എന്ന് പറയുന്നത്. മനുഷ്യന്റെ നന്മയിലും ക്ഷേമത്തിലും സൃഷ്ടിമുഖമായ ദർശനത്തിലും ഈ ആശയം ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. മനുഷ്യന് സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കുവാനും അതിലേക്ക് എത്തിച്ചേരുവാനുമുള്ള മാർഗം സ്വയം നിർണ്ണയിക്കാനാകുമെന്നാണ് മാനവികതാവാദികൾ അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റുകൾ പറയുന്നത്. മാനവികതാവാദത്തിൽ പ്രധാനമായും പഠിക്കേണ്ടത് 3 പേർ ആരൊക്കെയാണ്? എബ്രഹാം മാസ്ലോ, ആൽപോർട്ട്, റോബർട്ട് ഗ്ലേസർ. കോഡ് ഇതാണ്: ഗ്ലാസ് വെച്ച ഹ്യൂമൻ സ്ലോ മോഷനിൽ എയർപോർട്ടിൽ വരുന്നതായിട്ടൊന്ന് ഇമേജിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 3 പേരെയും പഠിക്കാം, ഹ്യൂമനിസവും പഠിക്കാം. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളും പഠിച്ചു. ഒന്നുകൂടെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് പഠിച്ചത് ഘടനാവാദമാണ്. ഘടനാവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് വില്യം വൂണ്ട്, എഡ്വേർഡ് ബി ടിഷ്നർ. വില്യം വൂണ്ട്, ടിഷ്നർ എന്ന് പറയുന്ന 2 പേരെയാണ് നമ്മൾ പഠിച്ചത്. വർഷം 1879. കോഡ് ഇതായിരുന്നു: വൂണ്ട് പറ്റിയ ടീച്ചറെ സ്ട്രക്ചറിൽ കൊണ്ടുപോയി. അതിൽ വൂണ്ട് വില്യം വൂണ്ട്, ടീച്ചറെ ടിഷ്നർ സ്ട്രക്ചറിലാണ് കൊണ്ടുപോയത്. സ്ട്രക്ചറലിസം, ഘടനാവാദം. ഓക്കെ, നെക്സ്റ്റ് മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയും. മനോവിശ്ലേഷണ സിദ്ധാന്തം 2 പേരെയാണ് പഠിക്കേണ്ടത്: സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ്. കോഡ് ഇതായിരുന്നു: കാറിൽ വരുന്ന ഫ്രോഡ് സൈക്കോ ആണ്. കാറിൽ വരുന്ന ഫ്രോഡ് സൈക്കോ ആണ്. അതിൽ കാൾ യുങ്, ഫ്രോഡ് സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോ അനാലിസിസ് മനോവിശ്ലേഷണ സിദ്ധാന്തം. ഓക്കെ, നെക്സ്റ്റ് പ്രകാര്യവാദമാണ്. പ്രകാര്യവാദം ഫങ്ഷണലിസം എന്ന് പറയും. ഫങ്ഷണലിസം പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 3 പേരെയായിരുന്നു: വില്യം ജെയിംസ്, വുഡ്വർത്ത്, ജോൺ ഡ്യൂയി. വില്യം ജെയിംസ്, വുഡ്വർത്ത്, ജോൺ ഡ്യൂയി. കോഡ് ഇതായിരുന്നു: മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാൻ ജെയിംസ് ഡ്യൂക്കിൽ വന്നു. മോളിവുഡ് ടൈംസ് എന്ന ഫൺ മൂവി കാണാനായിട്ട് ജെയിംസ് ഡ്യൂക്കിൽ വന്നു. അതിൽ വുഡ് എന്തുമായിട്ട് കണക്ട് ചെയ്തു? വുഡ്വർത്തുമായിട്ട് കണക്ട് ചെയ്തു. ഫൺ മൂവി എന്നതിലെ ഫണ്ണ് നമ്മൾ ഫങ്ഷണലിസവുമായിട്ട് കണക്ട് ചെയ്തു. ആരാണ് വന്നത്? ജെയിംസ് വന്നു. ജെയിംസിനെ നമ്മൾ വില്യം ജെയിംസുമായിട്ട് കണക്ട് ചെയ്തു. ഡ്യൂക്കിലാണ് വന്നത്, ജോൺ ഡ്യൂയിയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ 3 പേരെ പഠിച്ചു. അടുത്തതായിട്ട് ഗസ്റ്റാൾട്ട് വാദമായിരുന്നു. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ 3 പേർ: കോഫ്ക, കോഹ്ലർ, വെർത്തീമർ. കോക്കോ വെർഗസ്റ്റ് 3 പേർ: കോഫ്ക, കോഹ്ലർ, വെർത്തീമർ. അടുത്തതായിട്ട് പഠിച്ചത് വ്യവഹാരവാദമായിരുന്നു. ബിഹേവിയറിസത്തിൽ 4 പേരെ പഠിക്കാനുണ്ടായിരുന്നു: ജോൺ ബി വാട്സൺ, പാവ്ലോവ്, സ്കിന്നർ, തോണ്ടേക്ക്. കോഡ് ഇതായിരുന്നു: സണ്ണിന്റെ പാവയുടെ തൊണ്ടയിലെ സ്കിന്ന് കീറി. അതൊരു ബാഡ് ബിഹേവിയർ ആണ്. അതിൽ സണ്ണ് എന്നുള്ളത് വാട്സൺ, പാവ എന്നുള്ളത് പാവ്ലോവ്, തൊണ്ട എന്നുള്ളത് തോണ്ടേക്ക്, സ്കിന്നർ എന്ന് നമ്മൾ കണക്ട് ചെയ്തു. സിമ്പിൾ അല്ലേ? 4 പേരായിരുന്നു പഠിച്ചത്. അടുത്തതായി വൈജ്ഞാനികവാദമായിരുന്നു, കൊഗ്നിറ്റിവിസം. അതിൽ പഠിച്ചത് 3 പേരെയാണ്: ജീൻ പിയാഷെ, ബ്രൂണർ, ഒസുബൽ. ഓക്കെ, അതിൽ അസുഖമുള്ള ബ്രോ ജീൻസ് ഇട്ട് TV കണ്ടു എന്ന് ഓർക്കുക. അസുഖമുള്ള, അതിൽ അസു എന്നുള്ളത് ഒസുബലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ബ്രോ എന്നുള്ളത് ബ്രൂണറുമായിട്ട് കണക്ട് ചെയ്തു. ജീൻസ് എന്നുള്ളത് ജീൻ പിയാഷയുമായിട്ട് കണക്ട് ചെയ്തു. TV എന്നുള്ളത് കൊഗ്നിറ്റിവിസവുമായിട്ട് കണക്ട് ചെയ്തു. വർഷം 1930. അടുത്തതായി പഠിച്ചത് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പഠിച്ചത് 2 പേരെയാണ്: വൈഗോട്സ്കി അതുപോലെ തന്നെ ആൽബർട്ട് ബന്ദൂര. ഓക്കെ, കോഡ് ഇതായിരുന്നു: വൈകി വന്ന ബന്ധു എന്ന് പറയുന്ന സിമ്പിൾ കോഡ്. വൈകിയിലെ വൈഗോട്സ്കി, ബന്ദൂര. ഇവരൊക്കെ സമൂഹത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വർഷം 1930. അവസാനമായി പഠിച്ചത് മാനവികതാവാദമാണ്. മാനവികതാവാദം ഹ്യൂമനിസത്തിൽ പഠിച്ചത് 3 പേര്: എബ്രഹാം മാസ്ലോ, ആൽപോർട്ട്, റോബർട്ട് ഗ്ലേസർ. അത് കോഡ് ഇതായിരുന്നു: ഗ്ലാസ് വെച്ച ഹ്യൂമൻ സ്ലോ മോഷനിൽ എയർപോർട്ടിൽ വന്നു. ഗ്ലാസ് വെച്ച ഹ്യൂമൻ ആണ് സ്ലോ മോഷൻ. അതിൽ ഗ്ലാസ് എന്നുള്ളത് ഗ്ലേസറുമായിട്ട് കണക്ട് ചെയ്തു. ഹ്യൂമൻ എന്നുള്ളത് മാനവികതാവാദം ഹ്യൂമനിസവുമായിട്ട് കണക്ട് ചെയ്തു. സ്ലോ മോഷനിലെ മാസ്ലോ എയർപോർട്ടിൽ വന്നു എന്നുള്ളത് ആൽപോർട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു.
സിമ്പിളായിട്ട് നമ്മൾ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും ഒക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു കോഡും കാണാതെ പഠിക്കേണ്ട, ഒരു ആശയവും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ഒരു പേര് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ജസ്റ്റ് ഈ മനഃശാസ്ത്രജ്ഞന്റെ പേരൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മൾ പഠിച്ച ചെറിയ കണക്ഷൻസിലൂടെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും. സോ ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകൾക്ക് കേറ്റിട്ട് LP UP അതുപോലെ തന്നെ PSC ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.